ബാക്സ്റ്റൺ, ജോഷ് എന്നീ സുഹൃത്തുക്കൾ ഐസ്ലൻഡിലുള്ള ഒലി എന്ന സുഹൃത്തിനെ കാണാൻ പോകുന്നു. അങ്ങനെ ആ 3 പേരും ആ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഇവരുടെ സ്വഭാവമാകട്ടെ മദ്യവും മദിരാശിയും എന്ന ലൈനാണ്. അതുതന്നെയാണ് അവരുടെ ഡെയിലി റുട്ടീനും. ഒരു പബ്ബിൽ ചെറിയ കശപിശയൊക്കെ ഉണ്ടാക്കി രാത്രി ഒരുപാട് വൈകി അവർ താമസിക്കുന്ന ഹോസ്റ്റലിൽ എത്തിയപ്പോഴേക്കും ഹോസ്റ്റൽ അടച്ചിരുന്നു. എവിടെ താമസിക്കുമെന്നറിയാതെ അവർ കുഴങ്ങുന്നു. അപ്പോഴാണ് നൈബറായ അലക്സി അവരെ വീട്ടിലേക്ക് വിളിക്കുന്നത്. അവർ കാര്യം പറയുന്നു. അവൻ ആ ഒരു രാത്രി അവൻ്റെ കൂടെ തങ്ങാൻ അവരെ അനുവദിക്കുന്നു. അവനും ഇവരെ പോലെ തന്നെ വെള്ളമടിച്ച് പെണ്ണുങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യുക തന്നെയാണ് പണി. അങ്ങനെ അവർ 3 പേരും അലക്സിയോട് അവരുടെ ട്രിപ്പ് പ്ലാൻ പറയും. എൻജോയ് ചെയ്യാൻ വേണ്ടി അവർ ബാഴ്സലോണയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അലക്സി പറയും അതിലും നല്ലത് സ്ലോവാക്കിയയാണ്, അവിടെ നല്ല പീസുകൾ കിട്ടുമെന്ന് അവൻ പറയുന്നു. അതിനുവേണ്ടി തന്നെ ഒരു ഹോട്ടൽ അവിടെയുണ്ട്. രാത്രി മുഴുവൻ അവിടെ സ്റ്റേ ചെയ്യാമെന്നും പറഞ്ഞ് അലക്സി എടുത്ത ഫോട്ടോസ് അവരെ കാണിക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവരുടെ കണ്ണ് തള്ളി സ്ലോവാക്കിയ ട്രിപ്പ് ഫിക്സ് ചെയ്യുകയും ചെയ്തു. 3 പേരും അടുത്ത ദിവസം രാവിലെ തന്നെ ട്രെയിനിൽ സ്ലോവാക്കിയയിലേക്ക് പുറപ്പെട്ടു. യാത്രക്കിടയിൽ അവരുടെ ബോഗിയിലേക്ക് മറ്റൊരാൾ കൂടെ വന്നു. അയാൾ ഡോക്ടറാണെന്ന് പറഞ്ഞ് അവരെ പരിചയപ്പെട്ടു. അയാൾ തന്റെ ഫുഡ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് ബാക്സ്റ്റൺ ശ്രദ്ധിച്ചു. അത് പറഞ്ഞ് അയാളെ ചെറുതായിട്ട് കളിയാക്കുകയും ചെയ്തു. അയാൾക്ക് ചെറിയൊരു ദേഷ്യമൊക്കെ വന്നു. പിന്നെ സംസാരിക്കുന്നതിനിടയിൽ അയാൾ ജോഷിന്റെ തുടയിൽ ചെറുതായിട്ടൊന്ന് സ്പർശിക്കും. ജോഷ് പെട്ടെന്ന് അയാളോട് ദേഷ്യപ്പെടുന്നു. ഉടനെ പുള്ളിക്കാരൻ അവരുടെ അടുത്ത് നിന്നും പോകുന്നു. സ്ലോവാക്കിയ എത്തിയപ്പോൾ അവർ 3 പേരും അവിടെ ഇറങ്ങുന്നു. ശേഷം അലക്സി പറഞ്ഞ ആ ഹോട്ടലിലേക്ക് പോകുന്നു. അലക്സി പറഞ്ഞ പോലെ ഹോസ്റ്റൽ ഭയങ്കര സെറ്റപ്പായിരുന്നു. ഒരുപാട് പെൺകുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആ ഹോട്ടൽ ബുക്ക് ചെയ്യുന്നു. അവിടെ ഓരോരുത്തർക്കും ഓരോ പെണ്ണിനെ വീതം നൽകുകയും ചെയ്യും. ഇപ്പോൾ എല്ലാവരും ചേർന്ന് വന്ന പണി വേഷമായിട്ട് ചെയ്യാൻ തുടങ്ങി. രാത്രി എല്ലാവരും ഒരു പബ്ബിൽ പോകുന്നു. ആ പെൺകുട്ടികൾ അവർക്ക് ഒരു ഗുളിക കഴിക്കാൻ കൊടുക്കും. എന്നാൽ ജോഷിന് ആസ്മയുള്ളതിനാൽ അവൻ പബ്ബിൽ നിന്നും പുറത്തു വന്ന് ഇൻഹേലർ ഉപയോഗിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് കുറച്ച് കുട്ടികൾ വരും. മാരകായുധങ്ങളൊക്കെ ആയിട്ടാണ് അവർ വരുന്നത്. ജോഷ് ആകെ പേടിച്ചുപോയി. അപ്പോഴാണ് ട്രെയിനിൽ വെച്ച് കണ്ട ആ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത്. അയാൾ കുറച്ച് പൈസ എറിഞ്ഞു കൊടുത്തപ്പോൾ ആ കുട്ടി സംഘം അവിടെ നിന്നും പോവുകയും ചെയ്യും. ജോഷ് നന്ദിയോടെ അയാളെ പബ്ബിലേക്ക് ക്ഷണിക്കും. അയാളുമൊത്ത് മദ്യപിക്കുകയും ട്രെയിനിൽ വെച്ച് ദേഷ്യപ്പെട്ടതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യും. പിന്നീട് അവർ 3 പേരും മുറിയിൽ പെൺകുട്ടികളോടൊപ്പം ഡിഗ് ഗോൾഫ് ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ അവർക്ക് ഒലിയെ കാണാൻ സാധിച്ചില്ല. എല്ലായിടത്തും അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ സാധിക്കുന്നില്ല. പിന്നീട് അവർ റിസപ്ഷനിൽ നിന്നും ഒലി റൂം വെക്കേറ്റ് ചെയ്തതായി അറിയുന്നു. ഈ സമയത്ത് ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാന എന്ന ജപ്പാൻ യുവതി അവരുടെ അടുത്തേക്ക് വരുന്നു. അവൾ ഒരു ഫോട്ടോ കാണിക്കുന്നു. അവളുടെ ഫ്രണ്ടും ഒലിയും നിൽക്കുന്ന ഒരു ഫോട്ടോ. ശേഷം പറയുന്നു എൻ്റെ ഫ്രണ്ടിനെയും കാണുന്നില്ല എന്ന്. അവർ 3 പേരും കൂടി അവളോട് നമുക്ക് ഒരുമിച്ച് സെർച്ച് ചെയ്യാമെന്നും പറഞ്ഞ് പിരിയുന്നു. പെട്ടെന്നാണ് അവർ ഒലി നടന്നു പോകുന്നതായിട്ട് കാണുന്നത്. അവർ പിന്നാലെ പോയി അവനെ പിടികൂടുന്നു. പക്ഷേ അത് ഒലി ആയിരുന്നില്ല. പക്ഷേ അയാൾ ധരിച്ചിരുന്നത് ഒലിയുടെ ജാക്കറ്റായിരുന്നു. ജാക്കറ്റ് എവിടെ നിന്നും കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അയാൾ ബാക്സ്റ്റനോട് ചൂടായി. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് ബാക്സ്റ്റണ് ഒലിയുടെ ഒരു പിക്ചർ മെസ്സേജ് വരുന്നു. ഒലിയുടെ മുഖത്തോടൊപ്പം ഐ ഗോ ഹോം എന്നായിരുന്നു ആ മെസ്സേജിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ അത് കൊല ചെയ്യപ്പെട്ട ഒലിയുടെ തല മാത്രമായിരുന്നു. മെസ്സേജ് അയച്ചത് അവന്റെ കൊലയാളിയും. പിന്നീട് അയാൾ ഒലിയുടെ കൂടെയുണ്ടായിരുന്ന പെണ്ണിന്റെ കാൽവിരലുകൾ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. പിന്നീട് ബാക്സ്റ്റണും ജോഷും വീണ്ടും പബ്ബിൽ പെണ്ണുങ്ങളുടെ കൂടെ അടിച്ചു പൊളിക്കുകയായിരുന്നു. ക്ഷീണിച്ചതിനാൽ ജോഷ് മുറിയിലേക്ക് പോകുന്നു. റിസപ്ഷനിലെ യുവതിയാണ് അവനെ മുറിയിലെത്തിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു വ്യക്തിയും അവിടേക്ക് എത്തുന്നതായി കാണിച്ച് ആ സീൻ കട്ട് ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ ഉറക്കമെണീറ്റ ജോഷ് ഒരു ഇരുമ്പ് കസേരയിൽ കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു. മാസ്ക് ധരിച്ച ഒരാൾ അവൻ്റെ മുന്നിലുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. അവിടെയുള്ള ആയുധങ്ങളിൽ നിന്നും ഒരു ഡ്രില്ലിംഗ് മെഷീൻ അയാൾ തിരഞ്ഞെടുക്കുന്നു. അത് അയാൾ ജോഷിൻ്റെ ശരീരത്തിലൂടെ ഡ്രില്ല് ചെയ്ത് കുത്തിയിറക്കി. തിരികെ വയ്ക്കുമ്പോൾ അതിൽ ജോഷിൻ്റെ പച്ച മാംസം കാണാമായിരുന്നു. തുടർന്ന് മാസ്ക് മാറ്റിയ അയാളെ കണ്ട് ജോഷ് ഞെട്ടിത്തരിച്ചുപോയി. അത് മറ്റാരുമല്ലായിരുന്നു, അവർ ട്രെയിനിൽ വെച്ച് കണ്ട അതേ ഡോക്ടർ. അയാൾ അവനോട് പറഞ്ഞു ഒരു സർജൻ ആവാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ എൻ്റെ ഈ കൈ വിറക്കുന്നത് നീ കണ്ടോ? ഇത് കാരണം ഞാൻ എക്സാമിൽ പരാജയപ്പെട്ടു. എങ്കിലും ഇന്ന് ഞാൻ ഒരു സർജനാണ്. ജോഷ് അലറിക്കരഞ്ഞുകൊണ്ട് തന്നെ വെറുതെ വിടാൻ അയാളോട് അപേക്ഷിച്ചു. ഈ സമയം അയാൾ ജോഷിന്റെ കണങ്കാലുകളിലെ ഞരമ്പുകൾ മുറിക്കുന്നു. എന്നിട്ട് അവന്റെ വിലങ്ങുകൾ അഴിച്ചുമാറ്റി രക്ഷപ്പെടാൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകും. രക്ഷപ്പെടാൻ ശ്രമിച്ച അവന്റെ കാലുകൾ അറ്റ് അവൻ നിലത്ത് വീഴും. ഇഴഞ്ഞു നീങ്ങാൻ ശ്രമിച്ച അവനെ കഴുത്തറുത്ത് ആ ഡോക്ടർ കൊല്ലുന്നു. പിറ്റേന്ന് ഹോസ്റ്റലിലെത്തിയ ബാക്സ്റ്റണ് ബാഗ് തിരികെ നൽകി റൂം വെക്കേറ്റ് ചെയ്തതായി അയാൾ അറിയിക്കുന്നു. വീണ്ടും റൂം കീ വാങ്ങി അവൻ റൂമിലേക്ക് പോകുന്നു. അവിടെ അവൻ കാണുന്നത് ഏതോ 2 സ്ത്രീകൾ വസ്ത്രം മാറുന്നതാണ്. സ്പായിലേക്ക് വരുന്നു എന്നും ചോദിച്ച് അവർ പുറത്തേക്ക് പോകുന്നു. അതോടെ ബാക്സ്റ്റണ് സംശയങ്ങൾ ഉണ്ടായി തുടങ്ങും. അവൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും. എന്നിട്ടും അവന് അവൻ്റെ കൂട്ടുകാരെ പറ്റി ഒരു വിവരവും കിട്ടുന്നില്ല. ശേഷം അവൻ ആദ്യം അവർ അടിച്ചു പൊളിച്ച പെണ്ണുങ്ങളില്ലേ അവരോട് ചോദിക്കുന്നു. അതിലൊരുത്തി അവനെയും കൂട്ടി ഒരു ഗോഡൗൺ പോലുള്ള ഒരു സ്ഥലത്തേക്ക്, ഒരു പഴയ ഫാക്ടറിയോ മറ്റോ ആണ്, അവിടത്തേക്ക് പോകുന്നു. അവിടെ അവൻ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. ജോഷിന്റെ ശരീരം ആ ഡോക്ടർ കീറി മുറിച്ചുകൊണ്ടിരിക്കുന്നു. ബാസ്റ്റൺ ഭയന്ന് വിറച്ചു. അത് കണ്ട് ആ പെണ്ണ് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അവൻ അവൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. അപ്പോഴേക്കും അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡുകൾ അവനെ പിടികൂടി വലിച്ചിഴച്ച് കൊണ്ടുപോകും. പോകുന്ന വഴികളിലെല്ലാം പല മനുഷ്യരെയും മൃഗീയമായി ടോർച്ചർ ചെയ്ത് കൊല്ലുന്നതായി അവൻ കാണുന്നു. പിന്നീട് അവർ അവനെ ഒരു മുറിയിൽ ബന്ധിക്കുന്നു. അവിടെ ഒരുപാട് സൈക്കുകളുണ്ടായിരുന്നു. അതിലൊരാൾ ബാസ്റ്റണെയും കൊല്ലാൻ
കൊല്ലാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നു. അയാൾ ബാസ്റ്റണിന്റെ വിരൽ ഒരു ചെയിൻസോ ഉപയോഗിച്ച് മുറിക്കുന്നു. ബാസ്റ്റണിന്റെ മുറിഞ്ഞു വീണ വിരലിൽ ചവിട്ടി ആ സൈക്കോ താഴെ വീഴുകയും ചെയിൻസോ അയാളുടെ കാലിൽ വീണ് കാൽ അറ്റുപോവുകയും ചെയ്യുന്നു. ബാസ്റ്റൺ അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവിടെ നിന്നും കിട്ടിയ ഒരു തോക്ക് ഉപയോഗിച്ച് അവൻ ആ സൈക്കോയെ വെടിവെച്ച് കൊല്ലുന്നു. എങ്ങനെയൊക്കെയോ അവൻ അവൻ്റെ മുറിഞ്ഞുപോയ വിരലുകളും എടുത്ത് അവിടെ നിന്നും സൈക്കോയുടെ വേഷമണിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കും. അവിടെയുള്ള ഓരോ റൂമുകളിലൂടെയും അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവിടെയെല്ലാം മനുഷ്യരുടെ ശവശരീരങ്ങൾ കാണാനാവുമായിരുന്നു. പെട്ടെന്നൊരാൾ ആ മുറിയിലേക്ക് വന്നപ്പോൾ അവൻ ശവശരീരങ്ങളുടെ കൂടെ കിടക്കുന്നു. അയാൾ ശവശരീരങ്ങൾ ട്രോളിയിലാക്കി വലിച്ചുകൊണ്ടുപോവുകയാണ്. അവർ മറ്റൊരു റൂമിലെത്തുന്നു. ജോഷിന്റെ മൃതദേഹവും അവിടെയുണ്ട്. അയാൾ മൃതദേഹങ്ങൾ ഓരോന്നായി വെട്ടി നുറുക്കി ഒരു ട്രേയിലേക്ക് ഇട്ടു തുടങ്ങി. ഇതിനിടയിൽ ബാസ്റ്റൺ അയാളുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. അവിടെ നിന്നും മറ്റൊരു റൂമിലെത്തി ഒളിച്ചിരിക്കും. ആ റൂമിൽ നിന്നും കിട്ടിയ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഡ്രസ്സ് അവൻ എടുത്തണിയും. അപ്പോഴേക്കും ഒരു സൈക്കോ അവിടെ എത്തും. പക്ഷേ ബാസ്റ്റൺ അവരിലൊരാളാണെന്ന് കരുതി അവൻ ബാസ്റ്റണോട് സംസാരിക്കും. അങ്ങനെയാണ് ബാസ്റ്റൺ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നത്. ധനികരായ ആൾക്കാരുടെ വെറും എന്റർടൈൻമെന്റ് മാത്രമായിരുന്നു ഈ കൊലപാതകങ്ങൾ ഓരോന്നും. അവിടെ നിന്നും കിട്ടിയ തോക്കുമായി അവൻ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഒരു പെണ്ണിന്റെ കരച്ചിൽ കേൾക്കും. അവൻ പോയി നോക്കുമ്പോൾ ഒരു സൈക്കോ ഒരു പെണ്ണിനെ കൊല്ലാൻ നോക്കുന്നതായിട്ട് കാണാം. അവളുടെ കണ്ണിൽ തീ കൊണ്ട് കുത്തുകയാണ് അയാൾ ചെയ്യുന്നത്. അത് വേറെ ആരുമായിരുന്നില്ല, ആ ജപ്പാൻകാരി കാനയായിരുന്നു. ബാസ്റ്റൺ അവനെ വെടിവെച്ച് കൊല്ലുന്നു. അവിടെയുള്ള ഒരു കാർ എടുത്ത് അവരുടെയും കൂട്ടി രക്ഷപ്പെടുന്നു. അങ്ങനെ പോകുമ്പോഴാണ് ബാസ്റ്റൺ അലക്സിനെ കാണുന്നത്. ഇവരെ ചതിച്ച പെൺകുട്ടികളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അയാൾ ചെയ്യുന്നത്. അവരെ 3 പേരെയും ഒന്നും ചിന്തിക്കാതെ കാറിടിച്ച് അവൻ കൊല്ലുന്നു. ശേഷം എങ്ങനെയൊക്കെയോ കൂടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് കാന അവളുടെ വികൃതമായ മുഖം കാണുന്നത്. ഇതിൽ മനംനൊന്ത് കാന ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. ഈ സമയം കൊണ്ട് ബാസ്റ്റൺ ട്രെയിനിൽ കയറി രക്ഷപ്പെടും. ആ ട്രെയിനിൽ ആ സൈക്കോ ഡോക്ടർ കൂടി ഉണ്ടായിരുന്നു എന്ന് അവന് മനസ്സിലാവുന്നു. ബാസ്റ്റൺ അയാളെ ഫോളോ ചെയ്ത് അയാൾ ഇറങ്ങിയ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. അയാൾക്ക് ഒരു മകളുണ്ടായിരുന്നു. അവളോടൊപ്പം ആ ഡോക്ടർ നടന്നു പോകുന്നത് ബാസ്റ്റണ് കാണാം. അവൻ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുന്നു. മകളെ കാണാതെ നിലവിളിക്കുന്ന ഡോക്ടറെ കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. ശരിക്കും ഈ സിനിമയ്ക്ക് മറ്റൊരു ക്ലൈമാക്സ് കൂടിയുണ്ട്, ഒരു ആൾട്ടർനേറ്റീവ് എൻഡിങ്. ബാസ്റ്റൺ ഡോക്ടറെ ഫോളോ ചെയ്ത് ടോയ്ലറ്റിൽ വെച്ച് അയാളുടെ വിരലുകൾ തൻ്റെ വിരലുകൾ അറുത്തതുപോലെ അറുത്ത് മാറ്റുന്നതാണ് ആ ക്ലൈമാക്സ്. ഇതിലേത് ക്ലൈമാക്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക.